നമസ്കാരം, ഏവർക്കും പുത്തൂരാൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഡബ്ബോ സൂമിലേക്കാണ് നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നത്. ചരിത്രപ്രസിദ്ധമായ ഓസ്ട്രേലിയയിലെ ഡബ്ബോ സൂ വളരെ വൈവിധ്യമാർന്ന മൃഗങ്ങളും പക്ഷികളും എല്ലാം അടങ്ങുന്ന ഒരു ജന്തു ജാലകം തന്നെയാണ് ഈ ഓസ്ട്രേലിയയിലെ ഡബ്ബോ എന്ന് പറയുന്ന സ്ഥലത്തെ സൂം കാണുവാനായിട്ട്. സത്യത്തിൽ കൊതിയാർന്ന തരത്തിലുള്ള വിവിധ തരം മൃഗങ്ങളുടെയും ഒരു ഓപ്പൺ മൃഗശാലയാണിത്. തൊട്ടടുത്ത് കൂടെ തന്നെ നമുക്ക് മൃഗങ്ങളുടെ അടുത്തുകൂടി തന്നെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു മൃഗശാലയാണ് ഓസ്ട്രേലിയയിലെ ഡബ്ബോയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മൃഗശാല. ഏഷ്യയിലെ അല്ല, ആഫ്രിക്കൻ കാടുകളിലെയും അതേപോലെ നമീബിയ പല രാജ്യങ്ങളിൽ നിന്നുള്ള പക്ഷി മൃഗാദികളുടെ ഒരു ശേഖരം തന്നെയാണ് ഓസ്ട്രേലിയ. ഏഷ്യൻ ആന, ഏഷ്യൻ കാണ്ടാമൃഗം, അങ്ങനെ പലതരത്തിലുള്ള ജീവികൾ, ചീറ്റ, അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ജീവികൾ അടങ്ങുന്ന ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ മൃഗശാല ഞങ്ങൾ സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്കുണ്ടായത്. അതിൽ ഉപരി തന്നെ ഏറ്റവും ഞങ്ങളെ അതിശയിപ്പിച്ചതും ഞങ്ങളെ ഞെട്ടിച്ചതുമായിട്ടുള്ള ഒരു കാര്യമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 വർഷത്തിനപ്പുറം പോലും ജീവിച്ചിരിക്കുന്ന ഒരാമ ഈ മൃഗശാലയിലുണ്ടെന്നറിഞ്ഞപ്പോൾ ഞങ്ങളെ വളരെയധികം ഞെട്ടിച്ചു. ഞങ്ങൾ കൗതുകത്തോടെ ആ ആമയെ കാണാൻ ഞങ്ങൾ ആമയുടെ അടുത്തേക്ക് പോവുകയുണ്ടായി. പിന്നെ വേറെ പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ മൃഗങ്ങളുടെ എല്ലാവരുടെയും അടുത്തൂടെ സഞ്ചരിക്കാൻ പറ്റും കേട്ടോ. തൊട്ടടുത്ത് തന്നെ നമുക്ക് ഫീഡ് ചെയ്യാനുള്ള അവസരങ്ങളും എല്ലാം ഉണ്ട്. എല്ലാ മൃഗങ്ങളും നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ സിംഹം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് സിംഹത്തിൻ്റെ. നമ്മൾ ആദ്യം ഒന്ന് പേടിച്ചുവെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്കൊരു സേഫ്റ്റി അവർ ഉണ്ടായതുകൊണ്ട് നമുക്ക് കാണുന്നവർക്ക് ആദ്യത്തെ ഒരു അങ്കലാപ്പോടു കൂടി നമ്മൾ പേടിച്ചു പോകും. നമ്മളെ കാട്ടിലെ രാജാവിൻ്റെ ആ ഒരു പവർ കൈപ്പത്തി തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരു ഗ്ലാസിൻ്റെ മറവ് മാത്രമേ ഉള്ളൂ സിംഹവും നമ്മളും തമ്മിൽ. അത്ര അടുത്ത് വന്ന് ക്ലോസായിട്ട് നമ്മളെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ജാഗ്രതയോടെ നോക്കി നമ്മുടെ ഓരോ മൊമെൻറ്റും വാച്ച് ചെയ്ത് നിൽക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ആ ആമ. നോക്കൂ, എത്ര ഭീമാകാരനാണെന്ന് നോക്കൂ. അവൻ്റെ ഓരോ ചലനവും വളരെ പ്രയാസപ്പെട്ടാണ്. അത്രത്തോളം വലിപ്പമുണ്ട് ഈ ആമയ്ക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.